ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ ഇന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അച്ഛൻ്റെ നാടെന്ന് പറയുന്നത് ചിറയൻകീഴ് കോരാണി കുറക്കട എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ അളിയൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് പോവുകയാണ്. കുറച്ചാൾ മുമ്പ് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോയിൽ എൻ്റെ അപ്പച്ച് കല്യാണം വിളിക്കാമെന്ന ഒരു ക്ലിപ്പൊക്കെ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഞാനിന്ന് പോവുകയാണ്. ഇവിടെ നിന്ന് ഇപ്പം ഞാനും അച്ഛനും മാത്രമേ കല്യാണത്തിന് പോയിട്ടുള്ളൂ. സുലയ്ക്കും അമ്മയ്ക്കും വരാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സുലയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനുള്ള ഡേറ്റ് അടുത്തു. ഇപ്പോൾ 2 ദിവസം കൂടെ ഉള്ളു. അപ്പോൾ സുലയ്ക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അമ്മ സുലയ്ക്ക് അടുത്ത് കൂട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണം ആയതുകൊണ്ടാണ് ഞാനും പോകുന്നത്. അപ്പോൾ ഞാനും കല്യാണ വീട്ടിലേക്ക് പോയി. അച്ഛൻ പോയി കഴിഞ്ഞു കേട്ടോ. അച്ഛൻ ഇന്നലെ പോയി. ഞാനിന്ന് ഇപ്പോഴാണ് പോകുന്നത്. ഇപ്പോൾ സമയം വന്നിട്ട് 10 മണിയാവാൻ പോകുന്നു. 11:30-ക്കാണ് കല്യാണം. അപ്പോൾ ഇവിടെ നിന്നൊരു അരമണിക്കൂർ ഓട്ടമുണ്ട്. അപ്പോൾ ഞാൻ കല്യാണ സ്ഥലത്തേക്ക് പോകണം. എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ടാണ്. പോട്ടാ പോയി വരും മകനെ. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്നാൽ മതി. എല്ലാം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ ഇവിടെ സെറ്റല്ലേ? ഇവിടെ എന്തൊരു പരിപാടി? നിങ്ങൾ ഇവിടെ എന്തിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു? ഒരു കൂടെ ഒമ്പത് സെറ്റപ്പിലാണല്ലോ. സുലേ പോട്ടാടി. എന്ത് ഇന്നാളെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ എവിടെയെങ്കിലും ഇറങ്ങപ്പോഴും നീ മോന്ത വലിച്ച നിൽക്കണേന്ന്. എന്നും പറഞ്ഞ് ഇങ്ങനെ ചിരിക്കൂ. ടെൻഷൻ പോട്ടാ പോയി വരൂ. സുലയ്ക്ക് ടെൻഷൻ ദിവസം അടുത്തടുത്ത് വന്നപ്പോ സുലയ്ക്ക് അതൊക്കെ ഉണ്ട്. അതാണ് മുഖത്തിന് എപ്പോഴും തെളിച്ച്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വൈകിട്ട് വന്നാൽ മതി. ചക്കര വൈകിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി. അതെ, ചക്കരനെ കണ്ടിട്ടൊക്കെ വരാം. അപ്പോൾ ഓക്കെ, ഞാൻ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാണിച്ചേരേ. ഓക്കെ. എടാ മൂടല്ലടാ, ഇവനെ അന്ന് വന്നിട്ട് മുഖം മൂടിക്കളഞ്ഞ്. ആ ചേട്ടാ സുഖം തന്നെ? യൂട്യൂബിൽ ചേട്ടാ സുഖം തന്നെ ചേട്ടാ? ഇതാണ് എൻ്റെ ആള്. അവരെ അപ്പോൾ സുഹൃത്തുക്കളെ, മുഹൂർത്തത്തിന് കുറച്ച് സമയം മുൻപ് തന്നെ എനിക്കിവിടെ എത്താൻ പറ്റി കേട്ടോ. ആറ്റിങ്ങിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. നമ്മുടെ പെണ്ണുങ്ങൾ മുഴുവൻ ഇവിടെ നിൽക്കുവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കാണണം, സംസാരിക്കണം. സത്യമായിട്ട് ഞാൻ വിചാരിച്ചേ വേറെ ആരാ നിൽക്കുകയാണെന്ന്. സത്യമായിട്ട് നമ്മുടെ കല്യാണ പയ്യൻ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് മണ്ഡപത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. മാമനും വല്യമ്മയും ഒക്കെ ഉണ്ട്. എല്ലാവരെയും എടുക്കുന്നില്ല, നമ്മുടെ വീഡിയോ ലെങ്ത് കൂടും. അതുകൊണ്ട് ഓടിച്ച് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ കല്യാണ പെണ്ണും അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് കയറുവാണേ. എന്തിനാണ്? എന്തിന് സിനിമ എടുക്കണം? കൂടെ എടുക്കുക കല്യാണ വീഡിയോ അല്ലേ നമ്മളപ്പോൾ? ഡെയിലി വ്ളോഗ് ആണെന്ന്. ഇതാണ് ഇന്നത്തെ വ്ളോഗ്. അയ്യോ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഭാഗത്ത് നിന്നപ്പോൾ അവർ തിരിച്ചു നിർത്തിയേ. ഇനി അങ്ങോട്ട് പോയി നിൽക്കട്ടെ. പൈസ നിവർത്തി വെച്ചോ, പൈസ നിർത്തി വെച്ചോ. പേയ്മെന്റ് ഉണ്ടെന്ന്
നിങ്ങളേ ഉള്ളു ചെറുക്കനും പെണ്ണും സൈഡിൽ. പെണ്ണുങ്ങളെ ഇന്ന് കാട്ടിൽ മാറിയിരിക്കണേ. നിങ്ങൾ വരണേ എന്തിനൊക്കെ ഉണ്ടെന്ന് ഇവിടെ? പാമ്പുണ്ട്. പന്ത് നിറഞ്ഞല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ചോറ് കഴിക്കാനായിട്ട് കയറി, അല്ല സദ്യ കഴിക്കാനായിട്ട് കയറി. ഇല ഇട്ടു, പഴം വെച്ചു, ചിപ്സ് വെച്ചു, അച്ചാർ വെച്ചു, ഇഞ്ചി, നാരങ്ങ, ഗ്ലാസ്, കിച്ചടി, പിന്നെ പച്ചടിയാണെന്ന് തോന്നുന്നു, തോരൻ ഐറ്റംസ് വരുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുമുണ്ട്, അതുപോലെ തന്നെ നല്ല വിശപ്പുമായി. അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പപ്പടം വന്നു. ഇനി കിഴങ്ങ് കറിയാണ് എൻ്റെ ഫേവററ്റ് സാധനമാണ് കിഴങ്ങ്. ഇനി വന്നിട്ട് ചോറ്, മെയിൻ സാധനമായ ചോറ് ചൂട് കുറവുണ്ട്. പരിപ്പും കൂട്ടി പപ്പടം പൊടിച്ച് സെറ്റാണ് കേട്ടോ. എനിക്ക് ആദ്യമേ തന്നെ എല്ലാത്തൊന്നും എടുത്ത് കഴിക്കണം. എല്ലാ തൊഴിലേറി എല്ലാം കൂട്ടി ആദ്യത്തെ ചോറ്റിക്കൂടി തന്നെ അത് അങ്ങനെ രണ്ടാമത് അങ്ങനെ ചോറ് വാങ്ങത്തില്ല. എല്ലാം കൂടെ ഒത്ത് ഇട്ട് ഞവടി വിരവി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അടുത്തതായിട്ട് പായസമാണേ, അടപ്രഥമനാണ്. അത് പഴം കൂട്ടി ഞവടി പായസം. ചൂട് കുറവുണ്ട് കേട്ടോ, വലിയ ചൂടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പായസം ഞവടി ഇതുപോലെ സെറ്റാക്കിയിട്ട് അതും കഴിക്കും. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. സംഭവം അവർ ഇറങ്ങാനുള്ള ടൈമായിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു കുളം കണ്ടേ, ക്ഷേത്രക്കുളം കാണിച്ചു തരാം. സംഭവം ഇറങ്ങാനൊന്നും നോക്കൂല. ഞാൻ എന്തായാലും എൻ്റെ ബാഗിൽ തോർത്തെടുത്തിട്ടുണ്ട്. അതിക്രമിച്ച് കടക്കുന്നത് അപകടകരവും ശിക്ഷാർഹവുമാണ്. ഇവിടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മോനെ പൊളിക്കുളം കേട്ടോ. സംഭവം നമുക്കിവിടെ കുളിക്കാൻ ഇറങ്ങരുതെന്നാണ് പറഞ്ഞത്. സംഭവം ഇവിടം വരെ സ്റ്റെപ്പുണ്ട്. ചെക്കനും പെണ്ണും ഫോട്ടോഷൂട്ടിലാണ്. ഫോട്ടോഷൂട്ടിൽ പറമ്പിലൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്. പരീക്ഷ എഴുതാൻ പോണില്ലേടി? പോട്ടെ. എല്ലാരും ഉണ്ട്. ഒരു ഹായ് പറ. അടിക്കട്ടാ, ഇത് വീഡിയോ ആയടാ. എന്നിട്ട് എല്ലാരും പോസ് ചെയ്യ്. ഇങ്ങനെ വിജയം കണ്ടു. ഓ അപ്പോഴേ കല്യാണം കഴിഞ്ഞ് നമ്മുടെ കല്യാണം നടക്കുന്നതിൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയ സ്കൂൾ. ഇവിടെയാണ് കേട്ടോ. എടാ സ്കൂളിൻ്റെ ഫുൾ പേരെന്തിനാണ്ടാ? സ്കൂളിൻ്റെ ഫുൾ പേര് എടാ കൈലാത്തോണം സ്ഥലപ്പേരല്ലേ? ഫുൾ പേര് പറ. എടാ LPS ആണോ അതോ UPS ആണോ? LPS സ്കൂളല്ലേ, 4ാം ക്ലാസ് വരെ തന്നെ. അപ്പോൾ കൈലാത്തോണം LPS സ്കൂളാണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ 1ാം ക്ലാസ് വിദ്യാഭ്യാസം ഇവിടെയാണ് തുടങ്ങിയത്. പക്ഷെ 1ാം ക്ലാസ് വിദ്യാഭ്യാസം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നടക്കണത്. ഒന്നിൽ തന്നെ ഞാൻ 2 തവണ പഠിച്ചു. അപ്പോൾ എൻ്റെ ആദ്യത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ വിദ്യാഭ്യാസം നടന്ന സ്കൂളിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇപ്പോൾ ഏതൊക്കെ രീതിയായിട്ടൊന്നും അറിയത്തില്ല. വഴിയൊന്നും കറക്റ്റൊന്നും ഓർമ്മയില്ല കേട്ടോ. കുഞ്ഞു പ്രായത്തിൽ, അതായത് 5 വയസ്സാണെന്നാണ് എൻ്റെ വിശ്വാസം. 5 വയസ്സിൽ പോയ ഓർമ്മയുള്ളൂ. ഇപ്പോൾ വഴിയൊന്നും
കറക്റ്റ് ഒന്നും ഓർമ്മയൊന്നുമില്ല. അല്ല ഇവിടെ ഉള്ളതാണ് അളിയ, ഇവിടെ ഉള്ളതാണ് അളിയന് പോലും കറക്റ്റ് വഴി അറിയാൻ പറ്റണില്ല. എന്തായാലും പോവുകയാണ്, ഒരു ഊഹം വെച്ച് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സ്കൂളിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട് കേട്ടോ. ബോർഡ് ഇവിടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ വഴി തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പാണ് നമ്മൾ. അപ്പോൾ വഴി തെറ്റിയിട്ടില്ല, നമ്മൾ സ്കൂളിൻ്റെ ശരിയായ ദിശയിലൂടെയാണ് നമ്മൾ വരുന്നത്. ഇന്ന് പരീക്ഷ നടക്കില്ലേടാ? അപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളൊക്കെ കാണും. അപ്പോൾ ഇതിൽ കോമഡി എന്തെന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ, ചെറുക്കൻ നമ്മളെ കൂടെ വരെയാണ് കേട്ടോ, പുറകെ നടന്നു വരെയാണ്. ചെറുക്കനും ആ സ്കൂളിലാണ് പഠിച്ചത്. ചെറുക്കൻ ബാഗുമായിട്ടൊക്കെ വരെയാണ് കേട്ടോ. എടാ നിൻ്റെ കല്യാണം അല്ലായിരുന്നു? നിൻ്റെ കല്യാണമല്ലേ കഴിഞ്ഞത്? നീ എവിടെ പോണു ബാഗുമായിട്ട്? ഞാൻ പഠിച്ച സ്കൂളിൽ പോകും. പഠിച്ച സ്കൂളിൽ പോകുമ്പോൾ ബാഗും വേണോ? അതാണ് ഗൈസ്, അത്രയ്ക്ക് എന്താണ് അതിനെ പറയുന്നത്, അത്രയ്ക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെ നമ്മൾ സ്കൂളിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കൂടെ ആ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് അവൻ്റെ ബാഗുമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് സ്കൂളിലോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. എടാ ഒരു കാര്യം പറയട്ടെ, ഇന്ന് എൻ്റെ കല്യാണമാണ്. അപ്പോൾ സ്കൂളിൻ്റെ അടുത്തായതുകൊണ്ട് അവൻ ഓർമ്മ പുതുക്കാനായിട്ട് അവൻ ബാഗ് നോക്കിയാണടാ സ്കൂളിൽ വന്നത്. ഇത്രയും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും. നിന്റെ എന്റെ മനു എന്റെ തേതുവാ, അതെന്താ? അങ്ങനെയായിരുന്നടാ, എന്റെ മനു എന്റെ സേതു എന്റെ മനു വരുന്നു. എന്തിനു മക്കളെ മക്കളെ എന്തിനു പറയുന്നത്? എന്തിനുണ്ട്? നിന്റെ അമ്മയ്ക്ക് പ്രാക്കുണ്ടാ? അപ്പോൾ ഞങ്ങൾ സ്കൂളൊക്കെ കണ്ട് പഴയ ഓർമ്മയൊക്കെ പുതുക്കി നമ്മൾ തിരിച്ച് കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കല്യാണ ചെറുക്കൻ നമ്മളെ കൂടെ ഉണ്ട്. സംഭവം അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈമായി കേട്ടോ. അപ്പോൾ ടൈം ആവുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ അവനും ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇവിടെ പെണ്ണും ചെറുക്കനും പോണ്, അവിടെ വെള്ളം വിതരണം. ആ 3 പേര് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നുണ്ടേ, നേരെ നോക്കി പോവും. അപ്പോൾ ചെറുക്കനും പെണ്ണും അവരെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, 2:30 മണിയായി. അളയാ ടാറ്റ 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 ടാറ്റ. ഇതാ 2 പേര് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നുണ്ടേ, നമ്പർ കാണിച്ചു തരാം. അപ്പോൾ ചെറുക്കനും പെണ്ണുമൊക്കെ വീട്ടിലോട്ട് പോയി. നമ്മൾ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് നിങ്ങൾ നേരെ അവരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചേട്ടനുണ്ട്, പിന്നെ എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ മകനും ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോകണം. ബാക്കി കാഴ്ചകൾ നമ്മൾ വീട്ടിൽ പോയിട്ട് കാണേ. ഈ മോഡലിൻ്റെ പേരെന്തിനാണ്? വെറുതെ ഏതാ ഒരു മോഡൽ എനിക്കറിഞ്ഞൂടാ. കയറ്റി പറയുന്നു. ഓക്കെ, ഇനി വിളക്ക് തൊട്ടത്. ഓക്കെ, ഇനി മേടിച്ചോ. കണ്ടു മേടിച്ചോ. കുടിച്ചോളൂ. ഓക്കെ, കൊടുത്തേ. കുടിച്ചോ. പഴമൊക്കെ കൊടുത്തല്ലേ?
കഴിച്ചോളാം. വലത്തെ കൈയില്ലേ? ഓക്കെ, റെഡി. എന്തിനാണ് കേട്ട പരിപാടി? എന്തിനാണ് പരിപാടി? ചെറുക്കൻ പെണ്ണും വീട്ടിൽ കയറി റിസപ്ഷൻ, അടുത്ത റിസപ്ഷൻ. റിസപ്ഷൻ എത്ര മണിക്ക് തുടങ്ങും? അത് അതിൻ്റെതായ ബന്ധുക്കളോട് ചോദിച്ചത്. അതാണ് ചോദിച്ചത്. അതാണ് പറഞ്ഞത്. ചെറുക്കൻ്റെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ പിന്നെ ഈ റിസപ്ഷൻ തുടങ്ങട്ടെ. ഖാന വണ്ടി ആകയ നമുക്ക് റിസപ്ഷൻ കഴിക്കാനുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ദംകാ ദം ബിരിയാണി. ഞാൻ ആദ്യം കുറച്ച് റൈസും ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. ഇനി പപ്പടവും കൂട്ടി ഞവടി സെറ്റാക്കി ഒരു പിടി. രണ്ടാമത് ഞാൻ 2 അപ്പവും കുറച്ച് ചിക്കൻ കറിയും കൂടെ തരൂ. കുറച്ച് മതി. അപ്പോൾ രണ്ടാമത് കുറച്ച് ചിക്കൻ കറിയും 2 അപ്പവും മേടിച്ചിട്ടുണ്ട്. ഇനി അതുകൂടി കഴിക്കാം. എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഐസ്ക്രീമും. അല്ലല്ല, ഇതിനെല്ലാം അതിട്ട് കൊടുക്കട്ടാ ജിജി. ഇവക്ക് മേക്കപ്പ് കുറവാണോ ചേട്ടാ? ഇത് കല്യാണത്തിന് വന്നതല്ല, ഇതാണ് കല്യാണ ചെറുക്ക്. കല്യാണ ചെറുക്ക ഇവിടുത്തെ കൊച്ചുമക്കളെല്ലാം കൂടെ റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് സെറ്റ് ചെയ്യുന്നുണ്ടേ. സംഭവം മ്യൂസിക് കോപ്പിറൈറ്റ് ആയതുകൊണ്ട് മ്യൂസിക് ഞാൻ മാറ്റുന്നു. ഹായ് പറ, ഒരു ഹായ് പറ, ഒരു ഹായ് പറ. കൊണ്ടുപോകാതെ നിങ്ങൾ കഴിച്ചിട്ട് പോണല്ലേ? മക്കൾക്ക് ഒന്നും തന്നില്ലേ? ഒന്നും തന്നില്ലേ? അപ്പോൾ അറിയാം എല്ലാവിധ ഭാവങ്ങളും ഹാപ്പി അപ്പോൾ ഞാൻ അപ്പോൾ 2 ദിവസം വീഡിയോ ഇറങ്ങും. അപ്പോൾ ഓക്കെ ശരി അളേ, ഞാൻ പോണേ അളേ. ഇതെന്താ ഇരുട്ടത്ത്? ആ ഇപ്പൊ കിട്ടി. ആ ചേച്ചി ഞാൻ പോണേ, ടാറ്റാ. ഡേയ് ഇരുട്ടത്ത് എന്തിനടി പരിപാടി? നിങ്ങളെ വെട്ടത്ത് പിടിക്കാൻ വന്നേണ്. ഞാൻ പോണേ ജിജി, പോണേ. ഇനി എന്ന് കാണാം?
ഇനി നൂലുകെട്ടിനാണ് അത് തന്നെ. ഇതെന്താ ഇരുട്ടത്ത് ഫോക്കസ് ആവാത്ത? അപ്പം ചേട്ടൻ എൻ്റെ കൂടെ വരുന്നു. ഞാൻ പോണേ അല്ല ഞാൻ പോണെന്ന് അപ്പച്ചിനെ പിടിച്ചാടാ എന്നെ എടുത്താടാ. ഓ നിങ്ങളെടുത്തു. നിങ്ങൾ വേക്കിലോട്ടില്ലേ ആ ഞാൻ പോണം യാത്ര പറയാൻ വന്നു. പാല് ചൂടാക്കി അതിന് കൊടുക്കാനായിട്ട് കൊണ്ടുപോകണം. ഓക്കെ കൊണ്ടുപോയി കൊച്ചിനെ കൊടുക്കും. കൊച്ചു കിടന്ന് കരയുന്നു. കൊച്ചു കരഞ്ഞ് ഊപ്പാടൊന്നിരിക്കുന്നു. ഇപ്പഴാ പോണേ പച്ചി ഇപ്പൊ പോകും കേട്ടെ. കുട്ടത് ഞാൻ പോണ്. ടാറ്റ ഒരു ടാറ്റ പറഞ്ഞിട്ട് പോണി. നേരം പരപര വെളുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയതാണ്. എല്ലാം കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റത്തുള്ളൂ. വെച്ചുകൊണ്ട് നേരെ പരപരാന്ന് ഇരുട്ടുന്നവരെ കാത്തിരിക്കുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ പെമ്പിള്ളേരുമായിട്ടൊക്കെ സംസാരിച്ചോണ്ടൊക്കെ ഇരുന്ന് എല്ലാരും ഉണ്ടായിരുന്നല്ലേ. നമ്മളെല്ലാരും ഒത്തുകൂടിയിട്ട് എത്ര നാളായെന്നറിയാവോ? അത് ഒറ്റയ്ക്ക് പോയിട്ട് എത്ര നാളായെന്നറിയാവോ? എല്ലാം ഉറപ്പെണ്ണുങ്ങളെ ഭർത്താക്കന്മാരും. നല്ലൊരു വിളി പോലും ഇല്ലായിരുന്നു. ഒന്ന് വിളിച്ചു പോലും ഇല്ല. വിളിച്ചില്ലേ? മെസ്സേജ് അയച്ചു. ഞാൻ അങ്ങോട്ട് അയച്ചു. ഞാൻ തിരിച്ചയച്ചല്ലേ? അത് അപ്പോഴല്ലേ ഇങ്ങോട്ട് അയച്ചത്. അല്ലെങ്കിൽ രാവിലെ പോയാണ് എന്തരായി എന്ന് പോലും വിളിച്ചു ചോദിച്ചില്ല. എന്തിരായി ഒരു കുഞ്ഞിനെ വെച്ചോണ്ടൊരു പെണ്ണോട് ഇരിക്കണം എന്നുള്ള കാര്യം ഓർത്താ ഞാൻ ഇനിയിപ്പൊ ഞാൻ ഇപ്പം മറ്റന്നാ ഞാൻ പോകുമല്ലോ. അപ്പം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ വീട്ടിൽ വന്ന് സുല എന്നെ വഴക്ക് പറയാണ് കേട്ടാ. സംഭവം ഞാൻ താമസിച്ചാണ് വീട്ടിലെത്തിയെന്നും പറഞ്ഞ്. സമയം എത്ര മണിയായി സുലേ? മണി 9 മണിയായതേ ഉള്ളു. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞൊരു 10 മണിയല്ലേ? 10 മണിക്കല്ലേ ഞാൻ വരുമെന്ന് പറഞ്ഞത്? ആ തിരിയെങ്കിലും നേരത്തെ ഞാൻ എത്തിയില്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ കല്യാണ വിശേഷം ഇതൊക്കെയാണ്. ഒരുപാട് വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം എടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. സംഭവം ക്ഷമിക്കുക, എനിക്കിത്രേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ഒരുപാട് ഞാൻ സംസാരത്തിലായിപ്പോയി. വീഡിയോയിൽ പകർത്തണം എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. മെയിനായിട്ടുള്ള കാര്യം അതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ നാളെ വരാം. അതുവരെ ബൈ.